ഏറ്റവും പ്രധാനപ്പെട്ടത് മാർച്ച് 8 നീറ്റിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ്. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഗൾഫിൽ സെന്ററുകളൊക്കെ വെച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മെയ് 3 ഫ്ലൈറ്റുകൾ ഉണ്ടാവുമോ, തിരിച്ച് നാട്ടിലോട്ട് എക്സാം സെന്റർ കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിക്കുന്ന സമയമായിരിക്കും. ഒരു യുദ്ധസമാന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ NTA അത് കൃത്യമായിട്ട് ഇടപെടുകയും നമുക്ക് എക്സാം സെന്റർ മാറ്റാനായിട്ടുള്ള അവസരം ധാരാളം തരികയും ചെയ്യും. അപ്പം നീറ്റിന് അപ്ലൈ ചെയ്ത ചിലരെങ്കിലും ഇപ്പോഴും കേരളത്തിൽ അപ്ലൈ ചെയ്യുമോ, അല്ലെങ്കിൽ കേരളത്തിൽ അപ്ലൈ ചെയ്തിട്ട് തന്നെ മെഡിക്കൽ കൊടുക്കാത്ത കുട്ടികളുണ്ട്. പുതിയതായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മെയ് മാസം ഒക്കെ ആവും. എന്നാൽ അപ്ലൈ ചെയ്തിട്ട് എഞ്ചിനീയറിംഗിനോ മെഡിക്കലിനോ BPharm-എന്നോ BArch-എന്നോ കൊടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്കിപ്പം മാർച്ച് 2 11 വരെ അവരുടെ ആപ്ലിക്കേഷനിൽ കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനായിട്ട് അവസരമുണ്ട്. നമ്മളിപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു സീരീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിലെ ഓരോ കോളേജിൻ്റെയും സാധ്യതകൾ എത്രയായിരുന്നു ഒക്കെ ഉള്ളതാണ്. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യുന്നവർക്ക്, ഒരു ഗോൾ, ഒരു ലക്ഷ്യം വെക്കുന്നവർക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഈ 3 വർഷങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ടാർഗറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ടാവുകയുള്ളൂ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 176ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. ശിവൻ സാർ, തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ടത് മാർച്ച് 8 നീറ്റിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും മുൻ വർഷങ്ങളിലൊക്കെ അവസാന ദിവസങ്ങളിൽ സെർവർ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പൊ ഇനിയും ചിലപ്പം ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലോ പേയ്മെന്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഫോട്ടോയുടെയോ ID പ്രൂഫിന്റെ കാര്യത്തിലോ എന്തെങ്കിലും കാര്യം കൊണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നും നാളെ മറ്റന്നാളും, അതായത് മാർച്ച് 1, 2, 3 കംപ്ലീറ്റ് ചെയ്യണം ഓൺലൈൻ ആപ്ലിക്കേഷൻ. കാരണം ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോഴത്തേക്കും പേയ്മെന്റ് ട്രാൻസാക്ഷൻ, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള താമസമൊക്കെ വരും. കാരണം 20 ലക്ഷത്തിലധികം പേരാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും സെർവറിന് വളരെ ഡിലേ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവസാന ദിവസത്തെ ഒരു തിരക്ക് ഒഴിവാക്കാനായിട്ട് ആരെങ്കിലും ഇനി ഓൺലൈൻ അപ്ലൈ ചെയ്യാനുണ്ട്, ഒരുപക്ഷെ നിങ്ങളായിരിക്കും, അല്ല നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, നീറ്റ് ഫോക്കസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാർച്ച് 8 വരെ നോക്കിയിരിക്കരുതെന്ന് പറയണം. എത്രയും നേരത്തെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മാർച്ച് 10, 11, 12 തീയതികളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്ന കറക്ഷൻ ഡേറ്റ് ആണ്. കറക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയറിയിട്ട് കറക്റ്റ് ചെയ്യണമെന്നല്ല, എന്തെങ്കിലും നമുക്ക് പർട്ടിക്കുലേഴ്സ് ആയിട്ടൊരു പ്രധാനപ്പെട്ട അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യത്തിൽ നമുക്ക് തെറ്റുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരമാണ്. നമുക്കായിട്ട് NTA ഇപ്പം ഒന്നും വെരിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് NTA നമ്മളെ ഒന്നും അറിയിച്ചിട്ടില്ല, ഇന്നത് കറക്റ്റ് ചെയ്യണം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്കായിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പം പല കാര്യങ്ങളും നമുക്ക് മാറിപ്പോയിട്ടുണ്ടാവാം, കറക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഈ വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി ഉപയോഗിക്കുക. മാർച്ച് 10, 11, 12 NEET.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ വരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടാണ് പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് നമുക്ക് കറക്ഷൻസ് വരുത്താനായിട്ട് സാധിക്കുന്നത്. സാർ, അപ്പോൾ ഈ ഒരു വൺ ടൈം കറക്ഷൻ മെത്തേഡ് അത് ശരിക്കും വൺ ടൈം കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 10-ാം തീയതി കയറിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തു, 11-ാം തീയതി കയറിയിട്ട് വേറൊരു കറക്ഷൻ ചെയ്തു, 12-ാം തീയതി കയറിയിട്ട് വേറെ, അത് പറ്റില്ല. നമുക്ക് എത്ര കറക്ഷൻ ഉണ്ടെങ്കിലും ഈ 3 ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിട്ടൊക്കെ ഒന്ന് നോക്കി നമുക്ക് കറക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ലോഗൗട്ട് ചെയ്താൽ മതി, സബ്മിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഡാറ്റ എല്ലാം അവിടെ സേവ്ഡ് ആണ്. നമ്മൾ ലോഗിൻ ചെയ്തെന്ന് വിചാരിച്ച് സബ്മിറ്റ് ചെയ്യണം നിർബന്ധമില്ല. കറക്ഷൻ ഉണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. എന്താണോ കറക്ഷൻ അത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അതിൻ്റെ കറക്ഷൻ സ്ലിപ്പ് കിട്ടും. അതുപോലെ തന്നെ പേയ്മെന്റ് ഒക്കെ ഇനി എന്തെങ്കിലും കാര്യം കൊണ്ട് പേയ്മെന്റ് അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാം സെന്റർ ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പം യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഗൾഫിൽ സെന്ററുകളൊക്കെ വെച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മെയ് 3 ഫ്ലൈറ്റുകൾ ഉണ്ടാവുമോ, തിരിച്ച് നാട്ടിലോട്ട് എക്സാം സെന്റർ കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിക്കുന്ന സമയമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം സെന്റർ ഉൾപ്പെടെയുള്ളത് കറക്റ്റ് ചെയ്തിട്ട് പേയ്മെന്റ് നടത്താം. കറക്ഷന് വേണ്ടിയിട്ടൊരു പേയ്മെന്റ് ഇല്ല, കറക്ഷൻ നടത്തുമ്പോൾ അതിന് ആനുപാതികമായിട്ടൊരു പേയ്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം എക്സാം സെന്ററിൻ്റെ കാര്യം അല്ലെ കാറ്റഗറിയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത് വരുത്തുക. ഈ 3 ദിവസമായിരിക്കും കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ID പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ആധാർ കൊടുക്കണമായിരുന്നു. അങ്ങനെ ആധാർ കൊടുത്തപ്പം ഫോട്ടോ വെരിഫൈ ആകാത്തവർക്ക് +2ൻ്റെ പ്രിൻസിപ്പളിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ആധാർ അപ്ഡേറ്റ് ആയി. അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുള്ളവർക്ക്, അതായത് ആധാർ കൊടുത്തിരുന്നു, അതല്ലെങ്കിൽ ആധാർ അല്ലാതെ പാസ്പോർട്ടോ പാൻ കാർഡോ ഒക്കെ കൊടുത്തവർക്ക് ആധാർ വെച്ചിട്ട് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ആധാർ വേണമെങ്കിൽ ഇപ്പം നെയിം മിസ്മാച്ച് എന്ന് വന്നവർക്ക് ഇപ്പം ആധാർ കറക്റ്റ് ചെയ്തു,
അങ്ങനെയുള്ളവർക്ക് മാത്രം. ഇപ്പം ഡോട്ട് സ്പേസ് അല്ലെങ്കിൽ നെയിമിൻ്റെ പൊസിഷൻ്റെ വ്യത്യാസത്തിലൊക്കെ നെയിം മിസ്മാച്ച് എന്ന് കാണിക്കുന്നൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല നമ്മൾ പറഞ്ഞിരുന്നു. അതല്ലാതെ ഫോട്ടോയുടെ കാര്യത്തിലോ പേരിൻ്റെ തെറ്റിൻ്റെ കാര്യത്തിലോ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യത്തിലൊക്കെ ആധാറിലൊരു മാറ്റം ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആധാർ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചിലർ ആധാറിൽ ID പ്രൂഫായിട്ട് കൊടുത്തപ്പം അച്ഛൻ്റെ ആധാർ നമ്പർ ആയിപ്പോയി, അച്ഛൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വെരിഫൈ ചെയ്തത്, അല്ലെ അമ്മയുടെ ആധാർ നമ്പറാണ് കൊടുത്തത്, അതല്ലെങ്കിൽ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ മറ്റൊരാളുടെ ആധാർ കൊടുത്തവരുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ. എങ്കിൽ പോലും അവർക്കൊക്കെ കുട്ടിയുടെ ആധാർ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള അവസരമാണ്. അത് വേണമെങ്കിലും 10, 11, 12 തീയതികളിൽ ഉപയോഗിക്കാം. സർ, നമുക്ക് ഒരുപാട് പ്രവാസികൾ നമ്മുടെ പ്രേക്ഷകരായിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രേക്ഷകരായിട്ടും നീറ്റ് ആസ്പിരൻസ് ആയിട്ടും ധാരാളം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അവരിപ്പോഴും നമ്മളുമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തുന്നത് തന്നെയാണ്. സർ, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു നമ്മുടെ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഏറ്റവും പുതുതായിട്ട് ഇന്നലെ മുതൽ ഗൾഫ് മേഖലകളിൽ അല്പം അന്തരീക്ഷം കലുഷിതമാണ്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഒരു ആശങ്കകളെ പ്രമാണിച്ച് ഈ എക്സാം സെന്ററിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണമെന്നില്ല. ഇപ്പൊ നമുക്ക് മാർച്ച് 10, 11, 12 എക്സാം സെന്റർ ചെയ്യാം. കാരണം ഇപ്പൊ കുട്ടികൾ നാട്ടിലായിരിക്കും, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് വിദേശത്താണ് എക്സാം വെച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊരു ആശങ്കയുണ്ടാവും. അതുപോലെ തന്നെ വിദേശത്താണ് കുട്ടി പരീക്ഷ എഴുതാനായിട്ട് നാട്ടിലോട്ട് വരാനായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നാട്ടിലോട്ട് വരാൻ പറ്റുമെന്നൊരു ആശങ്കയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ മാർച്ച് 10, 11, 12 തന്നെ മാറ്റണോ എന്നൊരു ആശങ്ക നിലവിലുണ്ടാവും. ധാരാളം പേര് മാറ്റുകയും ചെയ്യുമായിരിക്കാം. പക്ഷേ അങ്ങനെ ഇപ്പം നമ്മൾ എക്സാം സെൻറ്റർ മാറ്റിയില്ല എന്നിരിക്കട്ടെ, പക്ഷേ ഫ്ലൈറ്റുകളില്ല, അല്ലെ നമുക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു അടിയന്തര സാഹചര്യം, ഒരു യുദ്ധസമാന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ NTA അത് കൃത്യമായിട്ട് ഇടപെടുകയും നമുക്ക് എക്സാം സെൻറ്റർ മാറ്റാനായിട്ടുള്ള അവസരം ധാരാളം തരികയും ചെയ്യും. അപ്പം അതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ ഒരു ആശങ്ക വേണ്ട. ഇപ്പം ഈ കറക്ഷൻ ഡേറ്റിൽ തന്നെ മാറ്റണമെന്നില്ല. ഇപ്പം നമ്മൾ വിദേശത്ത് എക്സാം സെൻറ്റർ വെച്ചു, പക്ഷേ ഇവിടുന്ന് കുട്ടിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്ത ആ സമയത്തും മെയ് 3-ാം തീയതി യുദ്ധസമാന സാഹചര്യത്തിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ അവസാനം നമുക്ക് ആ എക്സാം സെൻറ്റർ എഡിറ്റിങ് സ്വാഭാവികമായിട്ട് നമുക്ക് തരും. തിരിച്ചു അതുപോലെ തന്നെ നമുക്ക് നാട്ടിലോട്ട് വന്നിട്ട് എക്സാം എഴുതാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ യുദ്ധസമാന സാഹചര്യം തുടരുന്ന പക്ഷത്തിൽ അങ്ങനെയുള്ള എക്സാം സെൻറ്ററുകളൊക്കെ ഒരു മാറ്റം അനുവദിക്കുന്നതാണ്. എങ്കിലും ഇപ്പം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അനുസരിച്ച് മാർച്ച് 10, 11, 12 തീയതികളിൽ എക്സാം സെൻറ്റർ എഡിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഇനിയും മെയ് 3 വരെ ധാരാളം സമയമുണ്ട്. 2 മാസക്കാലം 60 ദിവസത്തിന് മുകളിലുണ്ട്. അപ്പോൾ എന്താണേലും അത്രയൊന്നും നീണ്ടു നിൽക്കില്ല എന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും നിങ്ങളുടെ ആശങ്കകൾക്കനുസരിച്ച് എക്സാം സെൻറ്റർ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഈ സമയങ്ങളിലുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം മെയ് 3-ാം തീയതി എവിടെയാണ് എക്സാം എഴുതേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് ഈ കറക്ഷൻ ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സർ, ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല. NEET.NTA.NIC എന്ന വെബ്സൈറ്റിൽ ഇപ്പം അത് കറക്ഷൻ ഡേറ്റ് വരെ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളത് NTA ഇന്റേണൽ ആയിട്ടുള്ള വർക്കുകളാണ്. അതനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ആധാറിൻ്റെ ഫോട്ടോയുടെ കാര്യത്തിൽ മറ്റുള്ള ഫോട്ടോയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അവർ റെഗുലറായിട്ട് നമ്മളെ അറിയിക്കും. നമ്മൾ ചെയ്തിരിക്കുന്ന ഇമേജുകൾ അവർ പരിശോധിക്കുന്നതാണ്, ആധാറും പരിശോധിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ നമ്മളെ അറിയിക്കുകയും അത് മാറ്റാനായിട്ട് ധാരാളം സമയം തരികയും ചെയ്യും. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നോർമലി സംഭവിക്കാൻ പോകുന്നത് ഏപ്രിൽ 25-ാം തീയതി ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എക്സാം സിറ്റി അനൗൺസ്മെന്റ് വരും. ഏപ്രിൽ ലാസ്റ്റ് ഡേറ്റിൽ അല്ലെങ്കിൽ മെയ് 1-ാം തീയതി അഡ്മിറ്റ് കാർഡ് കിട്ടും. മെയ് 3-ാം തീയതി നമ്മൾ എക്സാം എഴുതും. അതൊരു സ്വാഭാവികമായിട്ട് അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ അതല്ലാതെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറെ അപ്ഡേഷൻസ് ഒന്നും തന്നെ ഇപ്പൊ പങ്കുവെക്കാനായിട്ടില്ല. സാർ, ഇപ്പോൾ കേരള മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് കൂടെ ആഡ് ചെയ്യാനുള്ളൊരു അതെ, നമുക്ക് കേരളത്തിന്റെ ആപ്ലിക്കേഷൻ ഇത്തവണ നേരത്തെ വിളിച്ചിരുന്നു. കാരണം ഈ കേരളത്തിൽ ഇലക്ഷൻ വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് കേരള എഞ്ചിനീയറിംഗ് എക്സാം ഏപ്രിൽ 17-ാം തീയതി നേരത്തെ തന്നെ തീരുമാനിക്കുകയും അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരിയിൽ വിളിക്കുകയും ചെയ്തിരുന്നു. അപ്പം നീറ്റിന് അപ്ലൈ ചെയ്ത ചിലരെങ്കിലും ഇപ്പോഴും കേരളത്തിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കേരളത്തിൽ അപ്ലൈ ചെയ്തിട്ട് തന്നെ മെഡിക്കൽ കൊടുക്കാത്ത കുട്ടികളുണ്ട്. പുതിയതായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മെയ് മാസം ഒക്കെ ആവും. കീമിന് മെഡിക്കൽ അപ്ലൈ ചെയ്യണം. കീമിന് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയ് മാസം ഒക്കെ ആകുമ്പോൾ ഒരിക്കൽ കൂടി മെഡിക്കലിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വിളിക്കാറുണ്ട്. എന്നാൽ അപ്ലൈ ചെയ്തിട്ട് എഞ്ചിനീയറിംഗിനോ മെഡിക്കലിനോ BPharm-എന്നോ BArch-എന്നോ കൊടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്കിപ്പം മാർച്ച് 2-ാം തീയതി 11 വരെ അവരുടെ ആപ്ലിക്കേഷനിൽ കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനായിട്ട് അവസരമുണ്ട്. ഇപ്പം നീറ്റാണ് ആസ്പിരന്റ്, അവർക്കിപ്പോൾ കേരള എഞ്ചിനീയറിംഗ് എക്സാം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ BPharm എക്സാം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ എന്നുള്ളത് വെച്ചില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ അവസരം കൂടി ഉപയോഗിക്കാം. കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് ഈ മാർച്ച് 2-ാം തീയതി വരെ അവരുടെ കീം ആപ്ലിക്കേഷൻ പോർട്ടൽ
ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് ആ കോഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് ആ കോഴ്സിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സാർ, അപ്പോൾ പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതെ, നമ്മുടെ നീറ്റ് എക്സാമിലോട്ടിൻ്റെ ഏറ്റവും നമ്മൾ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ, ഈ മാസത്തിൽ, അതായത് മാർച്ച് മാസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട മറ്റ് എൻട്രൻസ് എക്സാം? എല്ലാത്തിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏതാണ്ട് ആക്റ്റീവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആക്റ്റീവ് ആകാൻ പോകുന്നു. ഇപ്പം നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ CMC വെല്ലൂരിൻ്റെ MBBS മെഡിക്കലിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് 30 ലാസ്റ്റ് ഡേറ്റ്. സാർ, അത് എല്ലാവർക്കും ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്? ഇല്ല, വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കേരളീയർക്ക് കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിലൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് CMC വെല്ലൂര്. ഫീസ് വളരെ കുറവാണെന്ന് മാത്രം. സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ സാധാരണ MBBSന് ഭയങ്കര ഫീസാണെന്നാണല്ലോ വിചാരം. ഇവിടെ ഫീസില്ല, 55,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. അതനുസരിച്ച് സീറ്റുകളും ഇത് ഒരു ന്യൂനപക്ഷ കോളേജാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് ആയതുകൊണ്ട് പകുതി സീറ്റ് സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടുകാർക്കായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിയുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ തമിഴ്നാടിന് വെളിയിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതിൽ തന്നെ 10 സീറ്റുകൾ സ്റ്റാഫിന്റെ മക്കൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. ബാക്കിയുള്ള 40 സീറ്റിൽ ഹിന്ദു, മുസ്ലിം ഉൾപ്പെടെയുള്ള ജനറൽ വിഭാഗത്തിന് അല്ലെങ്കിൽ ന്യൂനപക്ഷ പദവി അല്ലാത്ത കുട്ടികൾക്ക് 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സ്കോർ ഈവൻ 700-നടുത്ത് അല്ല 680, 690 ഒക്കെ മാർക്ക് കിട്ടുന്ന വളരെ ഹൈ സ്കോറുകാരെടുക്കുന്ന 2 ഓപ്പൺ സീറ്റുകൾ മാത്രമേ CMC വെല്ലൂരിലുള്ളൂ. അപ്പം ഈ ന്യൂനപക്ഷ പദവി അല്ലാത്ത കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പം, ക്രിസ്ത്യൻ വിഭാഗത്തിലല്ലാത്ത കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പം അവർക്ക് അത്രത്തോളം വെല്ലൂർ പഠിക്കണം താല്പര്യമുള്ളവരുണ്ട്. ഇപ്പോൾ എയിംസ് പഠിക്കണം, ജിപ്മറിൽ പഠിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ CMC വെല്ലൂർ മാത്രം ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഉള്ളവരുണ്ട്. കാരണം അത്രത്തോളം പ്രസ്റ്റീജ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ മോൾഡ് ചെയ്യപ്പെടുന്നതിൽ ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തന്നെയാണ് CMC വെല്ലൂർ കിട്ടുന്നത്, യാതൊരു സംശയവുമില്ല എല്ലാ കാര്യത്തിലും. അപ്പോൾ അങ്ങനെ വലിയൊരു പഠിക്കണം താല്പര്യമുള്ള ഏത് വിഭാഗമാണെങ്കിലും അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ ഇതൊരു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ളതാണ് ഈ ഓപ്പൺ സീറ്റ് 2 സീറ്റ് എന്നുള്ള ഓർമ്മയിലിരിക്കണം. പിന്നെയുള്ളത് എല്ലാ ക്രിസ്ത്യൻസിനുമായിട്ട് 2 സീറ്റാണ്, അങ്ങനെ 4 സീറ്റ്. പിന്നെയുള്ളത് ന്യൂനപക്ഷ പദവിയുള്ള അവിടുത്തെ 62 വിഭാഗങ്ങൾക്കായിട്ട് ഓരോരോ സീറ്റുകൾ, 1 സീറ്റ് 2 സീറ്റ് വെച്ചിട്ട് സ്പോൺസർ ചെയ്യുന്ന സീറ്റുകളാണ്. CSIയും മലങ്കരയും യാക്കോബയും അങ്ങനെ പലർക്കായിട്ട് വിധിച്ചിരിക്കുന്നതാണ്. അവർക്ക് അപ്ലൈ ചെയ്യണം. ഇവരെല്ലാവരും CMCയുടെ സൈഡിൽ അപ്ലൈ ചെയ്യണം. പ്രത്യേകം സ്പോൺസർഷിപ്പ് ഉള്ള വിഭാഗങ്ങൾ അവരുടെ പള്ളി മുഖാന്തരോ കോർപ്പറേറ്റ് ഓഫീസ് മുഖാന്തരോ അവരുടെ സ്പോൺസർഷിപ്പിന് എന്താണോ ആപ്ലിക്കേഷൻ അതിനും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ CMC വെല്ലൂർ ഫോക്കസ് ചെയ്യുന്നവർ എത്ര ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും? ഒന്ന് CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റിൽ ചെയ്യണം, മറ്റൊന്ന് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെയോ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. അപ്പോൾ 3 ആപ്ലിക്കേഷൻ CMC വെല്ലൂരിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഓർത്ത് വെക്കുക. സീറ്റുകളുടെ എണ്ണം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം വെല്ലൂർ അപ്ലൈ ചെയ്യാനായിട്ട്. എങ്കിലും 10-നടുത്ത് വിദ്യാർത്ഥികൾ ഈ വർഷവും 2025-ലും CMC വെല്ലൂരിൽ പഠിക്കുന്നുണ്ടെന്നുള്ളതും അഭിമാനത്തോട് തന്നെ ഈ സമയം ഓർക്കുന്നു. സർ, മെഡിക്കൽ അല്ലാത്തവർ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ആപ്ലിക്കേഷനും കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും? ഐസറിനെ കുറിച്ചാണ് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ജൂൺ 7 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മുടെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ, കാരണം ബുള്ളറ്റിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇത്രത്തോളം ക്ലാസ്സുകളും ഇത്രത്തോളം പരീക്ഷകളിലൂടെ കടന്നുപോയൊരു വിദ്യാർത്ഥി ഇപ്പം ഇവിടുത്തെ നമ്മുടെ മോഡൽ എക്സാമിലൊക്കെ ഏത് മാർക്ക് നിൽക്കുന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളതാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഐസർ. അതുപോലെ തന്നെ ഐസറിൻ്റെ തന്നെ ഐസറിൻ്റെ റാങ്ക് വെച്ചിട്ട് എടുക്കുന്ന മറ്റു പല സ്ഥാപനങ്ങളും. അപ്പോൾ അത് ജൂൺ 7 അത് നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് 1 മാസത്തോളം നമുക്ക് സമയമുണ്ട്. അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 5 മുതൽ ഏപ്രിൽ 13 വരെയാണ്. അവിടെ പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് 4 സബ്ജക്റ്റിൻ്റെയും പരീക്ഷയുണ്ട്. 15x4 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. കഴിഞ്ഞ ഓണത്തെ ഏതാണ്ട് 1,00,000 മുകളിൽ വിദ്യാർത്ഥികൾ എക്സാം എഴുതിയപ്പോഴും ഫസ്റ്റ് റാങ്ക് നമ്മുടെ ജസ്വിൻ കുര്യാക്കോസ് ആയിരുന്നു. അതിനു മുമ്പ് വിഷ്ണു ആയിരുന്നു. ആ ഐസറിന് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്നതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അപ്പോൾ ഐസറിൻ്റെ ഓൺലൈൻ അപ്ലൈ ചെയ്യണം എന്നുള്ളവർ മാർച്ച് 5 മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഐസറിൻ്റെ 7 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്ത്യയിലുള്ളത്, നമുക്കറിയാം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ളത്, മൊഹാലി, കൊൽക്കത്ത, പൂനെ പോലെയുള്ള, തിരുപ്പതി പോലെയുള്ള സ്ഥാപനങ്ങൾ. അവിടുത്തെ വിവിധ പ്രോഗ്രാമുകൾ, 5 ഇയർ പ്രോഗ്രാമുകൾ, 4 ഇയർ പ്രോഗ്രാമുകൾക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെയുള്ളത് IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത പ്രോഗ്രാമിന് ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്കാണ് ഉപയോഗിക്കുന്നത്. IISc ബാംഗ്ലൂരിലെ 4 ഇയർ BS പ്രോഗ്രാം അറിയാം. IISc ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഭിമാനമാണ്. ലോകത്തിലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ IISc ബാംഗ്ലൂരാണ് ഒന്നാമതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം
അവിടെ പ്രവേശനം നടക്കണമെങ്കിൽ രണ്ട് ചാനലേ ഉള്ളൂ. ഒന്ന് JEE അഡ്വാൻസ്ഡും മറ്റൊന്ന് ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റും. അപ്പോൾ ഒരു നീറ്റ് ആസ്പിരൻറ്റിന് 2023 വരെ നീറ്റിൻ്റെ റാങ്ക് വെച്ചിട്ട് കയറാമായിരുന്നു. പക്ഷേ ഇപ്പം നീറ്റിൻ്റെ റാങ്കിൽ നിന്ന് ISC ബാംഗ്ലൂരിൽ എടുക്കുന്നില്ല, ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് അനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കോളേജ് ഒരു ടോപ്പായിട്ട് നിൽക്കുന്ന കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഐസറിന് അപ്ലൈ ചെയ്യണം, നല്ല ടോപ്പായിട്ട് റാങ്ക് മേടിക്കണം. പിന്നെ IIT ഗുവാഹട്ടിയിലെ പ്രോഗ്രാമിൽ, കൽക്കട്ടയിലെ പ്രോഗ്രാം, അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളിലോട്ട് ഐസറിൻ്റെ റാങ്ക് വെച്ചിട്ട് പ്രവേശനം എടുക്കുന്നുണ്ട്. മികച്ച ഒരു സ്കോർ കരസ്ഥമാക്കാനായിട്ട് പറ്റുന്നതാണ് ഐസർ. അതിന് ആപ്ലിക്കേഷൻ മാർച്ച് 5-ാം തീയതി ഓൺലൈനായിട്ട് ആരംഭിക്കും. IIC ബാംഗ്ലൂരിൻ്റെ 4 ഇയർ BS പ്രോഗ്രാമിനും അപ്ലൈ ചെയ്യണമെങ്കിലും അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആണ്. IICയിൽ തന്നെ BTech പ്രോഗ്രാം ഉണ്ട് മാത്തമാറ്റിക്സിൻ്റെ. അത് പക്ഷേ JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് വെച്ചിട്ടാണ്, ജോസ സീറ്റ് അലോക്കേഷൻ വെച്ചിട്ടാണ്. 4 ഇയർ BS പ്രോഗ്രാമാണ് ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്കും JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് വെച്ചിട്ട് എടുക്കുന്നത്. സർ, ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ചില വിദ്യാർത്ഥികളിലൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ പഠിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നൊരു മേഖലയാണ് എയിംസിലെ BSc നഴ്സിംഗ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ മുമ്പ് ഐസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയധികം പരീക്ഷകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും കടന്നുപോയ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ് കിട്ടുന്ന ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനമാണ് എയിംസ് BSc നഴ്സിംഗ്. 20ഓളം എയിംസിൽ, ഡൽഹി ഉൾപ്പെടെ 20ഓളം എയിംസ് മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗ് എക്സാം ജൂൺ 26 അപ്പം നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് 2 മാസക്കാലമാണ് അതിനു വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് കിട്ടുന്നത്. നമ്മൾ എല്ലാ വർഷവും പറയുന്ന പോലെ 500 രൂപ മാത്രമേ ഉള്ളൂ ഫീസ്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്രയും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു UG പ്രോഗ്രാം പഠിക്കാൻ കിട്ടുന്ന അവസരമാണ്. അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ ആരംഭിക്കും, മാർച്ചിൽ ആരംഭിക്കും. അതിനാദ്യം 2 സ്റ്റെപ്പായിട്ടാണ്. ഒന്ന് ബേസിക് രജിസ്ട്രേഷൻ, ഒരു യൂണിക് ID ഉണ്ടാക്കാനുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എയിംസ് BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ബേസിക് ആയിട്ട്. പിന്നീട് കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന 2ാം ഘട്ടം, ഇതും മാർച്ച് മാസത്തിൽ ആരംഭിക്കും. അപ്പം ധാരാളം വിദ്യാർത്ഥികൾ അതും ഉപയോഗിക്കണം. എയിംസ് BSc നഴ്സിംഗിൻ്റെ വെബ്സൈറ്റിൽ റെഗുലറായിട്ട് അപ്ഡേറ്റുകൾ നോക്കിയിട്ട് അതിനും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും. ഇത്തവണത്തെ ജൂൺ 26 എന്നുള്ളത് വളരെ സമയം, നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഈ എക്സാമിൻ്റെ ഒരു സമയം, ടൈം ഷെഡ്യൂള് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അത് നിങ്ങൾ ശരിക്കും ഉപയോഗിക്കണം. കേരള എഞ്ചിനീയറിങ്, അത് കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം, CUET, കുസാറ്റ്, ഐസർ എക്സാം, അതുപോലെ തന്നെ ഐസർ എക്സാം, എയിംസ് BSc നഴ്സിംഗ് എക്സാം, NCETയുടെ എക്സാം, ടീച്ചിങ് മേഖലയിലോട്ടുള്ള NCETയുടെ എക്സാം, ഇതെല്ലാം റെഗുലറായിട്ടുള്ള ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണം. സാർ, നമ്മുടെ യൂണിറ്റ് എക്സാമുകളൊക്കെ കഴിഞ്ഞു. അതെ. നമ്മൾ മൊത്തം ചാപ്റ്ററുകൾ 81 ചാപ്റ്ററുകൾ ഏതാണ്ട് 11ഓളം യൂണിറ്റുകളായിട്ട് ക്ലബ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു സെറ്റ് മോഡൽ എക്സാമുകൾ, അത്രയും മോഡൽ എക്സാം എഴുതിയപ്പോൾ തന്നെ പ്രിപ്പറേറ്ററി മോഡൽ എക്സാമും അവരുടെ യൂണിറ്റ് എക്സാമും അതർ ഗ്രൂപ്പിൻ്റെ യൂണിറ്റ് എക്സാമും അത്രയും മോഡലുകളിലൂടെയാണ് ഈ മാർച്ച് 1 വരെയുള്ള ദിവസത്തിൽ നമ്മുടെ കുട്ടികൾ കടന്നുപോയത്. ഇനി കമ്പൈൻഡ് മോഡലോട്ട് കടക്കുകയാണ്. അതെ. അപ്പോൾ ഈ ഒരു കമ്പൈൻഡ് മോഡൽ എക്സാംസിലേക്ക് കടക്കുമ്പോൾ ഇത് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്, എന്തൊക്കെ നമ്മുടെ കുട്ടികൾ പ്രധാന. തീർച്ചയായിട്ടും നമ്മുടെ ക്യാമ്പസുകൾ, അതിപ്പം +1 +2 പഠിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണെങ്കിലും, നോർമൽ ലോങ് ടൈം പ്രോഗ്രാം ആണെങ്കിലും, അല്ല നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിലും, റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഏറ്റവും ശ്രദ്ധയോടുകൂടി മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതാണ് ഈ ടൈം ഷെഡ്യൂൾ, ഈ മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത്. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യനിലൂടെ വിദ്യാർത്ഥികൾക്ക് കടന്നു പോകാനുള്ള അവസരമാണ്. അപ്പോൾ ഇനി കമ്പൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചാപ്റ്ററുകളുടെ 3 ദിവസം കൂടുമ്പോഴുള്ള മോഡൽ എക്സാമുകൾ നോക്കൂ, ആ പാറ്റേൺ നോക്കൂ. ആദ്യം നമ്മൾ ഡിസംബർ വരെ ഒരു ചാപ്റ്റർ വെച്ച് എക്സാം നടത്തി, ഓരോ സബ്ജക്റ്റിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും 2 ചാപ്റ്റർ വെച്ചിട്ട് 6 ചാപ്റ്ററിൻ്റെ യൂണിറ്റ് എക്സാം നടത്തി. ഇത് നമ്മൾ 12 അല്ലെ 14 ചാപ്റ്ററുകളെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള കമ്പൈൻഡ് യൂണിറ്റിലോട്ട് കിടക്കുന്നു. കമ്പൈൻഡ് യൂണിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെയും ടോപ്പിക്കുകളുടെ എക്സാം നടക്കുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഇവർ ഈ 81 ചാപ്റ്ററിൻ്റെ ഫുൾ മോഡലിലോട്ട് നമ്മൾ വിദ്യാർത്ഥികളെ കടത്തിവിടുന്നത്. എത്രയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ വിദ്യാർത്ഥികളെ ആ ഫുൾ മോഡലിൻ്റെ ഒരു എക്സാമിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. അപ്പം അവർക്ക് ആ ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കേണ്ട അതേ ഒരു ഫ്ലോയിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഇത്രയും ചാപ്റ്ററുകൾ ഒരുമിച്ച് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ആവലാതി ഇല്ലാതെ തന്നെ അവർക്ക് നീറ്റ് എക്സാം ഹാളിലോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പൈൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ റിവിഷൻ നടത്തി, യൂണിറ്റ് എക്സാം നടത്തിയപ്പോൾ ഒരു റിവിഷനും കൂടെ നടത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എവിടെയാണ് തെറ്റിപ്പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ മേഖല കൂടുതൽ നമുക്ക് ഒന്നും കൂടെ ആവർത്തിച്ച് പഠിക്കാനും ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കേണ്ട, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യേണ്ട ഒരു സമയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ
വളരെ ശ്രദ്ധയോടുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതിയിലോട്ട് ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കിനെ കുറിച്ചൊക്കെ നമ്മളിപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു സീരീസ് എന്ന് പറയുന്നത് പല നമ്മൾ കോളേജുകളും കുട്ടികളും ഫോക്കസ് ചെയ്യുന്നുണ്ട്, പല കോഴ്സുകളും ഫോക്കസ് ചെയ്യുന്നുണ്ട്, പല കാറ്റഗറിക്കാരുണ്ട്, പല റിസർവേഷനും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളിലായിട്ട് കിട്ടിയ റാങ്ക് മാർക്കൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിലൂടെ അവനവൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കോളേജിലോട്ട് ഇനി എത്താനായിട്ട് എത്രത്തോളം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, എത്രത്തോളം കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, എത്രത്തോളം മാർക്ക് അച്ചീവ് ചെയ്യണം, എത്രത്തോളം റാങ്ക് അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു നമുക്ക് നീറ്റ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടൊരു മാർക്കിൻ്റെ ഒരു ടാർഗറ്റിലോട്ട് നമ്മളുടെ ഫോക്കസ് കൊണ്ടുപോകേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പം. കാരണം ഓരോരുത്തർക്കും മനസ്സിലായി നമുക്ക് സിംഗിൾ യൂണിറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഈ കമ്പനിയിലോട്ട് കിടക്കുമ്പോഴത്തേക്കും എനിക്ക് ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓരോ കോളേജിലും പോകുമ്പോൾ ഇന്നലെ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയപ്പോഴും നമ്മുടെ പയ്യൻ പറഞ്ഞ കാര്യം അതാണ്. കാരണം യൂണിറ്റ് എക്സാം ഒക്കെ അല്ലെങ്കിൽ വീക്ക്ലി എക്സാം നടത്തുമ്പോൾ ഒരു 350-400 മാർക്കിൻ്റെ റേഞ്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് മോഡലിലോട്ട് വന്നപ്പം എനിക്കിനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മേഖലയുണ്ട്. അവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അവിടെയാണ് ഞാൻ കൂടുതൽ മോഡൽ എക്സാമുകൾ എഴുതി എൻ്റെ ഒരു ടാർഗറ്റ് എത്രയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഹെൽത്തി കോമ്പറ്റീഷൻ വന്നപ്പോഴത്തേക്ക് എനിക്കിത് പറ്റുമെന്നുള്ളത് തിരിച്ചറിയുന്നത് ഈ ഒരു സമയമാണ്. എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു സമയം ഇതാണ്. അപ്പം മാർക്കൊക്കെ ടാർഗറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന സബ്ജക്റ്റുകൾ, നിങ്ങളുടെ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ ഇപ്പോഴും കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം കയ്യിലിരിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ ഒന്നും കൂടെ കൂടുതൽ റിവിഷൻ ഒക്കെ നടത്തി ഏറ്റവും നല്ല ഫോക്കസായിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ബോർഡ് എക്സാമും എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ബോർഡ് എക്സാം ഒക്കെ ആയിട്ട് മാർച്ച് 15-20 തീരും. അവരും ഫുൾ നീറ്റിനെ ഫോക്കസ് ചെയ്തേണ്ട ഒരു സമയമായിട്ടുണ്ട്. കാരണം എന്താണെങ്കിലും നീറ്റ് എക്സാമിന് ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ മുഴുവൻ ചാപ്റ്ററുകൾക്കും തുല്യ പ്രാധാന്യമാണ്. ഓക്കെ. അപ്പം കോച്ചിങ്ങിൻ്റെ ഒന്നും സിസ്റ്റം ഇല്ലാത്തവരുണ്ട്. അടുത്ത വർഷമേ നമ്മൾ നീറ്റ് എക്സാമിലൂടെ മെഡിക്കൽ മേഖലയിലോട്ട് വരുന്നു എന്നുള്ളതൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരും കൃത്യമായിട്ട് ഇതെന്താണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്നൊക്കെ മനസ്സിലാക്കി ഒബ്ജക്റ്റീവ് എന്താണ് എന്നൊക്കെ ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് ഈ 2026 എക്സാമിനെ ഫേസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എടുക്കേണ്ട എഫേർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് കോച്ചിങ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാം മാത്രമൊക്കെ ചെയ്തിട്ട് 2026 എക്സാം എഴുതുന്നവരും വളരെ കൃത്യമായിട്ടുള്ള ഒരു 40 ദിവസമാണെങ്കിൽ അവർക്ക് 50 ദിവസമാണ് കിട്ടുന്നത്. ആ 50 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ട് തയ്യാറാക്കി വളരെ സീരിയസ് ആയിട്ട് മെയ് 3 എക്സാം എഴുതിയെങ്കിലേ അടുത്ത് റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ പോലും നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം, എത്രത്തോളം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാ രീതിയിൽപ്പെട്ടവർക്കും മെയ് 3 വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ലാസ്റ്റ് 60 ഡേയ്സിൻ്റെ പ്ലാനിലോട്ടാണ് നമ്മൾ കടന്നിരിക്കുന്നത്. നമ്മുടെ അധ്യാപകരും നമ്മുടെ സിസ്റ്റവും ക്ലാസ് ടീച്ചേഴ്സും എല്ലാവരും ആ സിസ്റ്റത്തിലോട്ട് വളരെ സീരിയസ് ആയിട്ട് നീറ്റ് എക്സാമിനെ കാണുന്ന ഒരു ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. നീറ്റിൻ്റെ റിസൾട്ടിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ മാർക്കിൻ്റെയും റാങ്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ 2-3 വർഷങ്ങളിലൊരു അനാലിസിസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇപ്പം എയിംസ് അല്ലെങ്കിൽ ജിപ്മർ അല്ലെങ്കിൽ ESI കോട്ട, അല്ലെ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള ഗവൺമെൻറ് സീറ്റുകൾ, അല്ലെ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, അല്ലെ കേരളത്തിലെ മൈനോറിറ്റി കോളേജുകൾ, അല്ലെങ്കിൽ MBBS അല്ലാത്ത മറ്റു പ്രോഗ്രാമുകൾ, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഇതൊന്നും അല്ലാത്ത BSc നേഴ്സിംഗ്, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ധാരാളമുണ്ട്. ജിപ്മറിലെ അലൈഡ് കോഴ്സുകളുണ്ട്, എയിംസിൻ്റെ അലൈഡ് കോഴ്സുകളുണ്ട്, മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ സീറ്റുകളുണ്ട്. ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാം അതായത് ഒരു റൈറ്റ് ടൈമിൽ കൃത്യമായ ഒരു ഇൻഫർമേഷൻ നമ്മുടെ പ്രവാസികൾക്കൊക്കെ വേണ്ടിയിട്ട്, കാരണം എക്സാം സെന്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്ക നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി അതിപ്പോൾ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം സെന്റർ നിങ്ങളുടെ യാത്രയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാനായിട്ട് തീർച്ചയായിട്ടും NTA അനുവാദം നൽകുകയും ചെയ്യും. യെസ്. അപ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള തുടക്കമായിരുന്നു. അതുകൂടാതെ ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെ എന്തൊക്കെ എൻട്രൻസ് എക്സാമുകളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും അപേക്ഷയൊക്കെ എങ്ങനെ സമർപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിൽ നമ്മൾ പങ്കുവെച്ചു. അതുകൂടാതെ ഏറ്റവും അവസാനം ശിവൻ സാർ പങ്കുവെച്ചൊരു കാര്യം, ഇനി വരുന്ന ദിവസങ്ങളിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതായത് എയിംസ് ലക്ഷ്യം വെക്കുന്നവർക്ക്, ജിപ്മർ ലക്ഷ്യം വെക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളെക്കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് 3 വർഷങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ 2023 എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. ഓക്കെ. ഒരു 600 മാർക്ക് അല്ല 610 മാർക്കായിരുന്നു ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെന്റ് സീറ്റ് കിട്ടിയ ഒരു മാർക്ക് എന്ന് പറയുന്നത്. 640 മാർക്കായിരുന്നു കേരളത്തിൽ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിയ ഒരു ജനറൽ വിഭാഗത്തിൻ്റെത് കിട്ടിയത്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിയത് 500 മാർക്ക് ആയിരുന്നു. എന്നാൽ 2024 വന്നപ്പോഴത്തേക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമാണ് 2024 വന്നത്. അപ്പോഴേക്കും കേരളത്തിൽ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 676 മാർക്കായിരുന്നു. ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെന്റ് സീറ്റ് കിട്ടിയത് 650 മാർക്കായിരുന്നു. കേരളത്തിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കിട്ടിയത് 570 മാർക്കായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു ഹൈലി കോമ്പറ്റീഷനിലോട്ട് പോകുന്നു, ഇനി 700 മാർക്ക് വേണം ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞു. ഹൈലി കോമ്പറ്റീഷൻ ഒക്കെ മാർക്ക് വരുമ്പോൾ 2025 ചിത്രം നേരെ വിപരീതമായി. 553 മാർക്കായിരുന്നു. 130 മാർക്കിനോളം വ്യത്യാസമാണ്, അല്ലെങ്കിൽ 120 മാർക്കോളം വ്യത്യാസമാണ് തൊട്ട് തലേ വർഷത്തേക്കായാലും കേരളത്തിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടിയത് വന്നത്. 525 മാർക്ക് വന്നു ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെന്റ് സീറ്റ് കിട്ടിയ ഒരു ജനറൽ വിഭാഗത്തിൻ്റെത്. സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടിയത് ഏതാണ്ട് 460, 450 മാർക്കോളം വ്യത്യാസം വന്നു. അപ്പോൾ ഈ 3 വർഷങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ടാർഗറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷങ്ങളിലെ ഓരോ കോളേജിൻ്റെയും, എയിംസിൻ്റെ ആണെങ്കിലും ജിപ്മറിൻ്റെ ആണെങ്കിലും AFMCയുടെ ആണെങ്കിലും അതുപോലെ തന്നെ ESI കോളേജുകൾ 19 ESI കോളേജുകളുണ്ട്. ഇപ്പം ഇനിയും 10 കോളേജുകൾ കൂടി വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട വഴി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള സാധ്യത, അത് കാറ്റഗറിക്ക് അനുസരിച്ച് സാധ്യത. കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾ 14 ഗവൺമെൻറ് കോളേജുകൾ, അവിടുത്തെ സാധ്യത കാറ്റഗറിക്ക് അനുസരിച്ച് തന്നെയുള്ള സാധ്യതകൾ. ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നവർക്ക് എത്ര മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വിവിധ കാറ്റഗറിക്ക് അനുസരിച്ച് എങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിനൊക്കെ മൈനോറിറ്റി കോളേജുകൾ കൂടി വന്നപ്പോൾ എത്രത്തോളം സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്, അവിടെ അവരടക്കേണ്ട ഫീസ് എത്രയാണ്. അതുപോലെ തന്നെ മൈനോറിറ്റി പോലെ തന്നെ മറ്റ് മേഖലകളിൽ അഡ്മിഷൻ കിട്ടിയവർക്കുണ്ട്, അതിൻ്റെ സാധ്യതകൾ എന്താണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കലായിട്ട് ധാരാളം കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളുടെയൊക്കെ സാധ്യതകൾ എത്രയായിരുന്നു ഒക്കെ ഉള്ളതാണ് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യുന്നവർക്ക്, ഒരു ഗോൾ, ഒരു ലക്ഷ്യം വെക്കുന്നവർക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 2026 പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ മാർക്കിനെ കുറിച്ചും ഒക്കെ മെയ് 3 മുതൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്ന വരെ ആഗസ്റ്റ് മാസം വരെ എന്നും ലൈവ് സെക്ഷനുകളായിട്ടും ഇൻട്രാക്ഷൻ സെക്ഷനുകളായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ 2023, 2024, 2025 എന്നീ വർഷങ്ങൾ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ആധികാരികമായിട്ട് പറയാൻ നിങ്ങളൊക്കെ ഏറ്റവും സ്നേഹപൂർവ്വം എൻട്രൻസ് ഗുരു എന്ന് വിളിക്കുന്ന ശിവൻ സാറ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലും ഒക്കെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.